Good morning to all. Our next topic is write operations in HDFS. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് HDFSൽ റീഡ് ഓപ്പറേഷൻ നടക്കുന്നതെന്ന് കണ്ടു. ഇനി അടുത്തതാണ് റൈറ്റ് ഓപ്പറേഷൻസ്. ഡാറ്റ റൈറ്റ് റിക്വസ്റ്റ് ഈസ് സെർവ്ഡ് ബൈ HDFS നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ്. ലെറ്റ്സ് കോൾ ദി റൈറ്റ് ആസ് എ ക്ലയൻറ്റ്. അതായത് ഡാറ്റ റൈറ്റ് ഓപ്പറേഷൻസ് HDFSലാണ് നടത്തുന്നത്. എങ്ങനെയാണ്? ത്രൂ ദി നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ്. നമ്മൾ നെയിം നോഡിലും ഡാറ്റ നോഡിലുമാണ് ഈ റൈറ്റ് ഓപ്പറേഷൻസ് നടത്തേണ്ടത്. അതായത് നെയിം നോഡ് കാണുന്നത് മെറ്റാ ഡേറ്റാസ് ആയിരിക്കും, ഡാറ്റ നോഡ്സ് എന്ന് പറയുന്നത് സ്ലേവ്സും ആയിരിക്കും. അപ്പം ഈ ഒരു ഫിഗറിൽ നമ്മുടെ റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് HDFS ക്ലയൻറ്റ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ക്ലയൻറ്റ് ഇനിഷ്യേറ്റ് റൈറ്റ് ഓപ്പറേഷൻസ് ബൈ കോളിംഗ് ക്രിയേറ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് വിച്ച് ക്രിയേറ്റ് എ ന്യൂ ഫയൽ. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ആദ്യമേ ഏത് മെത്തേഡിനാണ് കോൾ ചെയ്യുന്നത്? ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഡയഗ്രാമിൽ കാണാം. അതായത് HDFS ക്ലയൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് കണക്ട് ടു ദി നെയിം നോഡ് ആൻഡ് ഇനിഷ്യേറ്റ് ന്യൂ ഫയൽ ക്രിയേഷൻസ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? നെയിം നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ടോ ഇനിഷ്യേറ്റ് ന്യൂ ഫയൽ ക്രിയേഷൻസ്, എന്നിട്ട് ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേഷൻസിന് വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്യുന്നു. However, this file create operations does not associate any block with the file. അത് ഈ പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എംറ്റി ആയിരിക്കും, അതിൻ്റെ അകത്ത് ബ്ലോക്കുകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എന്താണ് ബ്ലോക്ക്? ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് 128 MB ആണെങ്കിൽ അത് ഈക്വൽ സൈസായിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്ലോക്കിലുമായിരിക്കും ഫയൽസ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മളൊരു എംറ്റി ഫയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, it is the responsibility of name node to verify that the file which is being created does not exist already and a client has correct permission to create a new file. അപ്പോൾ ഇതിൻ്റെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വരുമ്പം നെയിം നോഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു നെയിമോ ഓൾറെഡി ആ ഒരു പേരിലുള്ള ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആണ് എങ്കിൽ നമ്മളോട് പറയും ഓൾറെഡി ഫയൽ എക്സിസ്റ്റ് എന്ന് കാണിക്കണം, അല്ലേ? അതായത് HDFS ക്ലയൻറ്റിന് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. നമ്മൾ നോർമലായിട്ട് നമ്മളിപ്പോൾ C അല്ലെങ്കിൽ C++ പ്രോഗ്രാം ചെയ്യുമ്പം നമ്മളൊരു ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് sum.c എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണിക്കും, ദി ഫയൽ നെയിം ഈസ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യണോ എന്ന് ചോദിച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഒരു ഫയൽ നെയിം അവിടെ ഉണ്ട്, സമ്മിൻ്റെ പേരിലുണ്ട് എങ്കിൽ നമ്മൾ വേറൊരു ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുന്നു. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ക്ലയൻറ്റ് ക്രിയേറ്റ് മെത്തേഡ് വെച്ച് ഒരു പുതിയ ഫയൽ നെയിം നോഡ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നെയിം നോഡാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഓൾറെഡി ആ ഒരു പേരിലുള്ള ഫയൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇഫ് എ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ഓർ ക്ലയൻറ്റ് ഡസ് നോട്ട് ഹാസ് സഫിഷ്യൻറ്റ് പെർമിഷൻ ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ ദെൻ IO എക്സെപ്ഷൻ ഈസ് ത്രോൺ ടു ദി ക്ലയൻറ്റ്. അതായത് ഓൾറെഡി ഒരു ഫയൽ അവിടെ ഉണ്ട്, അതല്ല ഒരു ഫയൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സൈസ് കൂടുതലാണ്, ഇത് ഇത്ര സൈസിൽ കൂടുതലുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കപ്പാസിറ്റി കുറവ്, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു പുതിയ ഫയൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അലോഡ് ചെയ്ത് കൊടുക്കത്തില്ല. ആര്? നെയിം നോഡ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു IO എക്സെപ്ഷൻസ് ഈസ് ത്രോൺ ടു ദി ക്ലയൻറ്റ്, ഒരു എറർ അവർ കാണിക്കും. അതായത് നമ്മളിപ്പോൾ സിയിലാണെങ്കിൽ ഓവർ റൈറ്റിംഗ് ഫയൽ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്, അതുപോലെ ഒരു IO എക്സെപ്ഷൻസ് ത്രോൺ ചെയ്യും. അതർവൈസ് ഇത് ഓപ്പറേഷൻ ഈസ് സക്സീഡ് ആൻഡ് എ ന്യൂ record for the file is created by the name node. അല്ലാത്ത സിറ്റുവേഷൻ എന്താ ചെയ്യുന്നത്? ഈ ക്രിയേറ്റ് മെത്തേഡ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു ഫയൽ ഇല്ല എങ്കിൽ, ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കും. എവിടെ? നെയിം നോഡിൻ്റെ അകത്ത്. വൺസ് എ ന്യൂ റെക്കോർഡ് ഈസ് നെയിം നോഡ് ഈസ് ക്രിയേറ്റഡ് an object of type FS data output stream is returned to the client. അപ്പോൾ നമ്മൾ ഓൾറെഡി റീഡ് ഓപ്പറേഷൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം FS ഡേറ്റ ഇൻപുട്ട് സ്ട്രീം ആയിരുന്നു റീഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഏതാണ് ഒബ്ജക്റ്റ് ഉള്ളത്? ഏത് ക്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? FS ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൺസ് എ ന്യൂ റെക്കോർഡ് ഈസ് നെയിം നോഡ് ഈസ് ക്രിയേറ്റഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് FS ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം ഈസ് റിട്ടേൺ ടു ദി ക്ലയൻറ്റ്. അപ്പം ഓൾറെഡി ഒരു ഫയൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നെയിം നോഡ് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു.
ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് എന്താ ചെയ്യുന്നത്? എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് ഈസ് റിട്ടേൺ ടു ദി ക്ലയൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യും. എ ക്ലയൻറ്റ് യൂസ് ഇറ്റ് ടു റൈറ്റ് ഡേറ്റ ഇൻ ടു ദി HDFS. എന്നിട്ട് അങ്ങനെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റിന് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഡേറ്റ റൈറ്റ് മെത്തേഡ് ഈസ് ഇൻവോക്ഡ് സ്റ്റെപ്പ് 3 ഇൻ ദി ഡയഗ്രാം. സ്റ്റെപ്പ് 3ലേക്ക് പോവുകയാണെങ്കിൽ ഏത് മെത്തേഡാണ് ഇവിടെ കോൾ ചെയ്യുന്നത്? റൈറ്റ് ഓപ്പറേഷന് വേണ്ടി റൈറ്റ് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. ഏത് ഒബ്ജക്റ്റ്? എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒരു ഒബ്ജക്റ്റ് റൈറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. ക്രിയേറ്റ് മെത്തേഡിനെ കോൾ ചെയ്തതിന് ശേഷം നെയിം നോഡിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് റൈറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നു. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് റൈറ്റ് മെത്തേഡ് ഈ HDFS ക്ലയൻറ്റിന് ഈ നെയിം നോഡിലുള്ള ഫയലിൽ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നു. എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം കണ്ടെയ്ൻ DFS output stream object which look after communicating with data nodes and name nodes. അതായത് ഈ എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് ഏതാണുള്ളത്? ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ആണ് ഉള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് ഉണ്ട്. എന്തിനാണത്? ഡാറ്റ നോഡ്സുകളും ഈ നെയിം നോഡും ഡാറ്റ നോഡ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഈ എഫ് എസ് ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് DFS ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ, DFS എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഔട്ട്പുട്ട് സ്ട്രീംസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു. എന്തിനാന്ന് വെച്ചാൽ ഡാറ്റ നോഡ്സും നെയിം നോഡ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. വൈൽ ദി ക്ലയൻറ്റ് കണ്ടിന്യൂ റൈറ്റിംഗ് ഡാറ്റ, DFS ഔട്ട്പുട്ട് സ്ട്രീം കണ്ടിന്യൂസ് ക്രിയേറ്റിംഗ് പാക്കറ്റ് വിത്ത് ദിസ് ഡാറ്റ. ക്ലയൻറ്റ് നമ്മുടെ റൈറ്റിംഗ് ഓപ്പറേഷൻസ് ഡാറ്റാസ് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ DFS ഔട്ട്പുട്ട് സ്ട്രീം എന്താ ചെയ്യുന്നത്? പാക്കറ്റ്സ് വിത്ത് ദിസ് ഡാറ്റ, അതായത് ഡാറ്റാസിനെ പാക്കറ്റ്സ് ആക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ബ്ലോക്ക് എന്ന്. ദെൻ അടുത്തത് പാക്കറ്റ്സ് ആണ്. പാക്കറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? കളക്ഷൻ ഓഫ് ദിസ് ഡേറ്റാസ്. ഈ ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തിനാണ്? ഓരോ ബ്ലോക്സിലും ഞാൻ പറഞ്ഞായിരുന്നു ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് ഡേറ്റാസ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദിസ് പാക്കറ്റ്സ് ആർ എൻക്യൂഡ് ഇൻ ടു എ ക്യൂ വിച്ച് ഈസ് കോൾഡ് എ ഡാറ്റ ക്യൂ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഡേറ്റാസ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്താണ് ഉള്ളതെന്ന് നോക്കുക. ഇതെന്താണുള്ളത്? ആദ്യമേ ഡേറ്റാസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോ പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡാറ്റ ക്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ആദ്യം വന്ന പാക്കറ്റ് ഏതാണ് അതിനനുസരിച്ച് ക്യൂ ഫോമിൽ, ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? അതായത് ആദ്യം വന്ന പാക്കറ്റ് ഏതാണോ അതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം പാക്കറ്റ്സ് ആയിട്ട് ഇവിടെ ഡാറ്റ ക്യൂവിൽ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ once a new record is name node is created, an object of the FS data output stream is returned to the client. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഡാറ്റ ക്യൂവ് ഇതിൽ അറേഞ്ച് ചെയ്യുന്നു. ദർ ഈസ് വൺ മോർ കമ്പോണൻറ്റ് കോൾഡ് ഡാറ്റ സ്ട്രീമർ വിച്ച് കൺസ്യൂംസ് ദിസ് ഡാറ്റ ക്യൂവ്. ഡാറ്റ ക്യൂവിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെയുണ്ട്, ഡാറ്റ സ്ട്രീമർ. ഡാറ്റ സ്ട്രീമറാണ്. അപ്പോൾ ആദ്യമേ ഓർക്കുക, DFS ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് ഡാറ്റ ക്യൂവ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഡാറ്റാസ് റൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പാക്കറ്റായിട്ട് ഡാറ്റ ക്യൂവിൽ അറേഞ്ച് ചെയ്യുന്നു. ദെൻ ഡാറ്റ ക്യൂവിൻ്റെ അകത്ത് ഡാറ്റ ക്യൂവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഡാറ്റ സ്ട്രീമർ എന്ന് പറയുന്നത്. ഈ ഡാറ്റ സ്ട്രീമറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഓൾസോ ആസ് നെയിം നോഡ് ഫോർ അലോക്കേഷൻ ഓഫ് ന്യൂ ബ്ലോക്ക് ദെയർ ബൈ പിക്കിംഗ് ഡിസറബിൾ നെയിം നോഡ്സ് ടു ദി യൂസ്ഡ് ഫോർ ദി റിപ്ലിക്കേഷൻസ്. അതായത് ഈ ഡാറ്റ സ്ട്രീമറാണ് ഈ ഡാറ്റ ക്യൂവിൽ നിന്നും പാക്കറ്റ്സുകൾ നെയിം നോഡിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഡാറ്റ ക്യൂബ്സിലായിരിക്കും പാക്കറ്റ്സുകൾ വന്നിരിക്കുന്നത്. ഈ പാക്കറ്റ്സുകൾ ത്രൂ ദി ഡാറ്റ സ്ട്രീമർ വഴിയായിരിക്കും നെയിം നോഡ്സിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡാറ്റ ക്യൂബിൽ നിന്നുള്ള ഓരോ പാക്കറ്റും നമ്മൾ ഡാറ്റ നോഡിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പം ഓരോ പാക്കറ്റിൻ്റെയും മെറ്റാ ഡാറ്റ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഈ നെയിം നോഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 3 നെയിം നോഡുകളാണുള്ളത്. ആദ്യത്തേതിൽ ബിഗ് ഡാറ്റയുടെ ഇൻട്രൊഡക്ഷൻ ആണുള്ളത്. രണ്ടാമത്തേത് ഹഡൂബ് എന്താണെന്ന് കാണിക്കുന്നു. മൂന്നാമത്തേത് ഹഡൂബിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് നോഡിലുള്ള ബിഗ് ഡാറ്റ, അതായത് ഈ ഫസ്റ്റ് നോഡിലാണ് ബിഗ് ഡാറ്റയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻസ് ആയിരിക്കും നെയിം നോഡിൽ കാണുന്നത്. അല്ലാതെ ബിഗ് ഡാറ്റയുടെ ഫുൾ ഇൻഫർമേഷൻസ് നെയിം നോഡിൽ കാണുമോ? ഇല്ല. ബിഗ് ഡാറ്റയുടെ ഇൻട്രൊഡക്ഷൻ ഏത് നോഡിലാണുള്ളത്, ഹഡൂബിൻ്റെ ഇൻട്രൊഡക്ഷൻ ഏത് നോഡിലാണുള്ളത്, ഹഡൂബിൻ്റെ ആർക്കിടെക്ചർ ഏത് നോഡിലാണുള്ളത് തുടങ്ങിയ മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ നെയിം നോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ നെയിം നോഡിലേക്ക് ആ മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ആളാണ്
ആണ് ഡാറ്റ സ്ട്രീമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ക്യൂവിലുള്ള ഓരോ പാക്കറ്റും ദെൻ ഡാറ്റ നോഡ്സിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഏതൊക്കെ ഡാറ്റ നോഡ്സിൽ ഏതൊക്കെ പാക്കറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ത്രൂ ദി ഡാറ്റ സ്ട്രീമർ വഴി ഡാറ്റ നോഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ സ്ട്രീമറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് then here now the process of replication start by creating a pipeline using data nodes. In our case we have chosen a replication level of 3 and hence there are 3 data nodes in the pipeline. Replications എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ നോഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 5 ഡാറ്റ നോഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഡാറ്റ നോഡ്സിൽ ഏതെങ്കിലും ഡാറ്റ നോഡ്സിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു എങ്കിൽ ആ ഡാറ്റ നോഡ്സിലുള്ള ഇൻഫർമേഷൻസ് ഡിവൈഡ് ചെയ്ത് റിമൈനിങ് ഡാറ്റ നോഡ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇവിടെ നമ്മൾ പൈപ്പ് ലൈൻ കണക്റ്റഡ് ആണ്. ആദ്യത്തെ ഡാറ്റ നോഡ്സ് ഇതാണ്, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഈ ഡാറ്റ നോഡ്സിലുണ്ട്. ദെൻ ഈ ഡാറ്റ നോഡ്സിൽ നിന്നും ഈ ഡാറ്റ നോഡ്സിൽ കണക്റ്റഡ് ആണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അതായത് ഈ 3 ഡാറ്റ നോഡ്സുകൾ ബിഗ് ഡാറ്റാനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. റിപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡാറ്റ നോഡ്സ് ഫെയിലിയർ ആവുകയാണെങ്കിൽ ആ ഡാറ്റ നോഡ്സിലുള്ള ഇൻഫർമേഷൻസ് ബാക്കിയുള്ള ഡാറ്റ നോഡ്സിലേക്കും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പം റിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പാക്കറ്റ്സ് 3 ഡാറ്റ നോഡ്സിലായിട്ടാണ് ഫെയിലിയർ വന്ന ഡാറ്റ നോഡ്സിലെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 ഡാറ്റ നോഡ്സുകൾ പൈപ്പ് ലൈൻ connected data nodes എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, the data streamer pairs packet into the first data node in the pipeline. Every data node in a pipeline store packet received by its and forward the same to the second data nodes in a pipeline. അതായത് എല്ലാ ഡാറ്റ നോഡ്സിലും പാക്കറ്റുകൾ റിസീവ് ചെയ്യുന്നു. എവിടെ? ഫ്രം ദി ഡാറ്റ ക്യൂവിൽ നിന്നും പാക്കറ്റ് റിസീവ് ചെയ്യുന്നു ആൻഡ് ഫോർവേഡ് ദി സെയിം ടു ദി സെക്കൻഡ് ഡാറ്റ നോഡ്സ് ഇൻ ദി പൈപ്പ് ലൈൻ. അതിൽ നിന്നും എന്താ അടുത്ത ഡാറ്റ നോഡ്സിലേക്ക് അത് മൂവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്സ് ആണ് എവറി ഡാറ്റ നോഡ് ഇൻ ദി പൈപ്പ് ലൈൻ സ്റ്റോർ പാക്കറ്റ് റിസീവ്ഡ് ബൈ ഇറ്റ്സ് ആൻഡ് ഫോർവേഡ് ദി സെയിം ടു ദി സെക്കൻഡ് ഡാറ്റ നോഡ്സ് ഇൻ ദി പൈപ്പ് ലൈൻ. അനദർ ക്യൂ ACK queue is maintained by DFS output stream to store the packet which are waiting for acknowledgement from data nodes. അതായത് ഇവിടെ നിന്നും ഡാറ്റ ക്യൂവിൽ നിന്നും ഒരു പാക്കറ്റ് ആദ്യത്തെ ഡാറ്റ നോഡിൽ വഴി രണ്ടാമത്തെ ഡാറ്റ നോഡ് വഴി മൂന്നാമത്തെ ഡാറ്റ നോഡിലേക്ക് എത്തിച്ചേരുന്നു എന്ന് വിചാരിക്കാം. അപ്പം ഈ മൂന്നാമത്തെ ഡാറ്റ നോഡിലാണ് ഫസ്റ്റ് പാക്കറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാക്കറ്റ് ഡാറ്റ ക്യൂവിൽ നിന്നും ഇവിടെ എത്തി എന്നുള്ള ഒരു തിരിച്ച് നോക്കുക. തിരിച്ച് നമുക്ക് ആരോ ലൈൻസ് ഇങ്ങോട്ട് കാണാം. തിരിച്ച് ഇവിടെ നിന്നൊരു അക്നോളജ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് വരും. എങ്ങോട്ടേക്ക്? DFS ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് എത്തും. DFS ഔട്ട്പുട്ട് സ്ട്രീമിൽ നിന്ന് ACQ ക്യൂവിലായിരിക്കും അക്നോളജ്മെൻറ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഡാറ്റ ക്യൂവിൽ നിന്നും ഓരോ ഡാറ്റ നോഡ്സ് വഴി കണക്റ്റഡ് ആണ്. ഓരോ ഡാറ്റ നോഡ്സ് വഴി പാക്കറ്റുകൾ ഇപ്പം 3 പൈപ്പ് ലൈൻ ആണുള്ളെങ്കിൽ 3 ഡാറ്റ നോഡ്സിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് വന്നു ഫസ്റ്റ് ഡാറ്റ നോഡ് വഴി, സെക്കൻഡ് ഡാറ്റ നോഡ് വഴി, തേർഡ് ഡാറ്റ നോഡ്സിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഈ പാക്കറ്റ് ഈ തേർഡ് ഡാറ്റ നോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചു വരും. ഇന്ന പാക്കറ്റ് ഇവിടെ എത്തി എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ്. അതെങ്ങോട്ടേക്ക് പോകും? DFS ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് പോകും. DFS ഔട്ട്പുട്ട് സ്ട്രീമിൽ നിന്നും ACK ക്യൂ അക്നോളജ്മെൻറ്റ് ക്യൂവിലേക്ക് ആ അക്നോളജ്മെൻറ്റ് കീപ്പ് ചെയ്യും. ദെൻ ആദ്യത്തെ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത്തെ പാക്കറ്റ് ഫസ്റ്റ് ഡാറ്റ നോഡ് വഴി സെക്കൻഡ് ഡാറ്റ നോഡിലെത്തുന്നു. സെക്കൻഡ് ഡാറ്റ നോഡ് വഴി സെക്കൻഡ് ഡാറ്റ നോഡിൽ അത് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, തിരിച്ച് അവിടെ നിന്നും അക്നോളജ്മെൻറ്റ് DFS ഔട്ട്പുട്ട് സ്ട്രീം വഴി ACK ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഈ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡാറ്റ ക്യൂവിൽ നിന്നും അടുത്ത പാക്കറ്റ് ഈ ഡാറ്റ നോഡിലേക്ക് എത്തിച്ചേരുന്നത്. ഡാറ്റ നോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് DFS ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് എത്തുന്നു. DFS ഔട്ട്പുട്ട് സ്ട്രീം അത് ACK ക്യൂവിലേക്ക് കീപ്പ് ചെയ്യുന്നു. അപ്പം ഈ ACK ക്യൂവിൽ ഈ ഡാറ്റ ക്യൂവിലുള്ള എത്ര പാക്കറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം അക്നോളജ്മെൻറ്റും ഈ ACK ക്യൂവിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അവിടെ അർത്ഥം? ഒരു പാക്കറ്റ് മിസ്സിംഗ് ആയി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് ACK ക്യൂവിലുള്ള അക്നോളജ്മെൻറ്റിനെ ബേസ് ചെയ്താണ് ഇവിടെ ഏതെങ്കിലും ഒരു ഡാറ്റ നോഡ് ഫെയിലിയർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 3 ഡാറ്റ പാക്കറ്റുകളാണ് ഉള്ളത്. ഡാറ്റ ക്യൂവിൽ നിന്നും ആദ്യത്തെ പാക്കറ്റ് ലാസ്റ്റ് ഡാറ്റ നോഡിലെത്തി. രണ്ടാമത്തെ അവിടെ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് DFS ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് എത്തി. തിരിച്ച് ACK ക്യൂവിൽ അവർ അക്നോളജ്മെൻറ്റ്
സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ പാക്കറ്റ് ഈ രണ്ടാമത്തെ ഡാറ്റ നോഡ്സിലെത്തി, പക്ഷേ ഈ ഡാറ്റ നോഡ്സിന് ഫെയിലിയർ ഒക്കേർ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് ഇവിടെ വരുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കും? ഈ രണ്ടാമത്തെ ഡാറ്റ നോഡ്സിന് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് റിമൈനിങ് 2 ഡാറ്റ നോഡ്സിലേക്ക് മൂവ് ചെയ്യണു. അതിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ എന്ന്. ഓക്കെ, അപ്പോൾ ഈ അക്നോളജ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, after a client is done with the writing data, it's called close of method. Step 9 in the diagram. Call to close of method return into flushing remaining data packets to the pipeline followed by waiting for the acknowledgement. അതായത് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്? ക്ലോസ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോഡ് ബൈ വെയിറ്റിംഗ് ഫോർ ദി അക്നോളജ്മെൻറ്റ്. അതായത് പൈപ്പ് ലൈൻ ഈ ഡാറ്റ ക്യൂവിലുള്ള ഈ ഡാറ്റ ക്യൂസിലുള്ള പാക്കറ്റ്സുകൾ എല്ലാ ഡാറ്റ നോഡ്സിലും ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് റിപ്ലിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് അക്നോളജ്മെൻറ്റ് ക്യൂവിൽ എല്ലാ പാക്കറ്റ്സിൻ്റെയും അക്നോളജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക? ക്ലോസ് ഓഫ് മെത്തേഡ്സിനെയാണ് കോൾ ചെയ്യുന്നത്. ക്ലോസ് ഓഫ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ വൺസ് എ ഫൈനൽ അക്നോളജ്മെൻറ്റ് ഈസ് റിസീവ്ഡ്, നെയിം നോഡ് ഈസ് കോൺട്രാക്ട് ടു ടെൽ ഇറ്റ്സ് ദാറ്റ് ദി ഫയൽ റൈറ്റ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ്. എല്ലാ ഡാറ്റ പാക്കറ്റ്സിൻ്റെ അക്നോളജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ലോസ് ഓഫ് മെത്തേഡ് ആക്റ്റീവ് ആകുന്നത്. ക്ലോസ് ഓഫ് മെത്തേഡ് കോൾ ചെയ്ത് കഴിയുമ്പം ചെക്ക് ചെയ്യുന്ന എന്താണ്? എല്ലാ ഡാറ്റ നോഡ്സിൽ നിന്നുള്ള അക്നോളജ്മെൻറ്റ് നമ്മുടെ അക്നോളജ്മെൻറ്റ് ക്യൂവിൽ ACK ക്യൂവിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഏതെങ്കിലും ഡാറ്റ നോഡിൽ നിന്നുള്ള അക്നോളജ്മെൻറ്റ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡാറ്റ നോഡിന് എറർ ഒക്യൂർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ റിപ്ലിക്കേഷൻ പ്രോസസ്സ് ആവശ്യമാണ് എന്നാണ്. ആ റിപ്ലിക്കേഷൻ പ്രോസസ്സ് വഴി റിമൈനിങ് ഡാറ്റ നോഡ്സിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പാക്കറ്റ്സുകൾ ഫില്ല് ചെയ്തതിന് ശേഷം അക്നോളജ്മെൻറ്റ് ACK ക്യൂവിൽ എത്തുന്നു. അക്നോളജ്മെൻറ്റ് ACK ക്യൂവിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നെയിം നോഡ് ഏത് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റുള്ളൂ? റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഹൗ ടു റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ HDFS എന്ന് പറയുന്നത്. ആദ്യമേ ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് വഴി. ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്തതിന് ശേഷം നെയിം നോഡിലേക്കാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ IO എക്സെപ്ഷൻസ് ത്രോസ് ചെയ്യും. ഇല്ല എങ്കിൽ പുതിയൊരു ഫയൽ ഈ നെയിം നോഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ FS ഔട്ട്പുട്ട് സ്ട്രീംസ് റൈറ്റ് ഓപ്പറേഷൻസ്, ഈ ഒബ്ജക്റ്റ് FS ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് റൈറ്റ് ഓപ്പറേഷൻസിനെ കോൾ ചെയ്യുന്നു. റൈറ്റ് ഓപ്പറേഷൻ കോൾ ചെയ്തതിന് ശേഷം FS ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീമിലുള്ള DFS ഔട്ട്പുട്ട് സ്ട്രീം വഴി ഡാറ്റ ക്യൂസിലേക്ക് ഓരോ പാക്കറ്റുകളും ഫില്ല് ചെയ്യുന്നു. ഡാറ്റ ക്യൂസിലുള്ള പാക്കറ്റുകൾ നമ്മുടെ ഡാറ്റ നോഡ്സിലേക്ക് ഫില്ല് ചെയ്യുന്നു. ഓരോ ഡാറ്റ നോഡ്സിലും പാക്കറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് DFS ഔട്ട്പുട്ട് സ്ട്രീം വഴി ACK ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എല്ലാ ഡാറ്റ നോഡ്സിൽ നിന്നുള്ള ഔട്ട്പുട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്ലോസ് ഓഫ് മെത്തേഡ് ആക്റ്റീവ് ആകുന്നത്. ദെൻ ഈ ഡാറ്റ ക്യൂസിലുള്ള പാക്കറ്റ്സുകൾ ഡാറ്റ നോഡ്സിൽ ഏതൊക്കെ ഡാറ്റ നോഡ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഡാറ്റ സ്ട്രീമർ വഴിയായിരിക്കും നെയിം നോഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ എല്ലാ പാക്കറ്റ്സിൽ നിന്നുള്ള അക്നോളജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നെയിം നോഡ് ക്ലോസ് ഓഫ് മെത്തേഡ് ആക്റ്റീവ് ആക്കുന്നതും റൈറ്റ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി എന്ന് എത്തുന്നു. അതാണ് സെൻഡിങ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്. ഇതാണ് ഈ ലൈനാണ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. DFS ഔട്ട്പുട്ട് സ്ട്രീം വഴി ACK ക്യൂവിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, താങ്ക് യു.